നമസ്കാരം, ഇ ടി മലയാളത്തിലേക്ക് സ്വാഗതം. 2026 സുരക്ഷിതമായ നിക്ഷേപങ്ങൾ തേടുന്നവർക്കായി മ്യൂച്വൽ ഫണ്ട് ലോകത്തെ ഏറ്റവും പുതിയ ട്രെൻഡുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. വിപണിയിലെ വൻ തിരിച്ചടികളും ചാഞ്ചാട്ടങ്ങളും സാമ്പത്തിക വിപണിയുടെ അവിഭാജ്യ ഘടകമാണെന്ന് പരിചയസമ്പന്നരായ നിക്ഷേപകർക്ക് നന്നായി അറിയാം. ഇത്തരം വലിയ വിപണി തകർച്ചകളെ സാമ്പത്തികമായോ വൈകാരികമായോ പ്രതിരോധിക്കാൻ എല്ലാ നിക്ഷേപകർക്കും സാധിച്ചെന്ന് വരില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ കൺസർവേറ്റീവ് ഇൻവെസ്റ്റർമാരുടെ ലക്ഷ്യം ലാഭം പരമാവധി വർദ്ധിപ്പിക്കുക എന്നതല്ല, മറിച്ച് തങ്ങളുടെ മൂലധനം സംരക്ഷിച്ചുകൊണ്ട് തന്നെ മാന്യമായ വരുമാനം കണ്ടെത്തുക എന്നതാണ്. മുതിർന്ന പൗരന്മാർക്കും പ്രധാന സാമ്പത്തിക ലക്ഷ്യങ്ങളിലേക്ക് അടുത്തു നിൽക്കുന്നവർക്കും അതുപോലെ ചെറിയ കാലയളവിനുള്ളിൽ നിക്ഷേപത്തിൽ നിന്ന് കൃത്യമായ വരുമാനം ആഗ്രഹിക്കുന്നവർക്കും ഈ കാര്യങ്ങൾ വളരെ നിർണായകമാണ്. ഇവിടെയാണ് കുറഞ്ഞ റിസ്ക്കുള്ള മ്യൂച്വൽ ഫണ്ടുകൾ ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് നൽകുന്നത്. വിപണിയിലെ വലിയ കയറ്റിറക്കങ്ങളിൽപ്പെട്ട് ഉത്കണ്ഠാകുലരാകാതെ തന്നെ വിപണിയുടെ ഭാഗമായി തുടരാൻ ഇത് സഹായിക്കുന്നു. നമ്മൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. ലോ റിസ്ക് മ്യൂച്വൽ ഫണ്ടുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഓഹരി വിപണി കുതിച്ചുയർന്ന സമയത്ത് വലിയ ലാഭം ഉണ്ടാക്കാനല്ല, പകരം നിങ്ങളുടെ നിക്ഷേപത്തിന് സ്ഥിരതയും എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാനുള്ള സൗകര്യവും വലിയ ഏറ്റക്കുറച്ചിലുകൾ ഇല്ലാതെ വരുമാനവും നൽകാനാണ് മുൻഗണന നൽകുന്നത്. അതുകൊണ്ട് തന്നെ 2026 നിങ്ങളുടെ അസറ്റ് അലൊക്കേഷനിൽ ഇത്തരം ഫണ്ടുകൾ ഉൾപ്പെടുത്തുന്നത് വളരെ പ്രധാനമാണ്. ലിക്വിഡ് ഫണ്ടുകൾ, ഷോർട്ട് ടേം ഡെറ്റ് ഫണ്ടുകൾ, ആർബിട്രേജ് ഫണ്ടുകൾ എന്നിവയെല്ലാം ഇതിന് മികച്ച ഉദാഹരണങ്ങളാണ്. ഓഹരി വിപണിയിലെ ചാഞ്ചാട്ടങ്ങൾ കണ്ട് നിക്ഷേപം പിൻവലിക്കാതെ ഇത്തരം സുരക്ഷിതമായ ഫണ്ടുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ സാമ്പത്തിക ഭാവി ഭദ്രമാക്കാം. എന്താണ് യഥാർത്ഥത്തിൽ ഈ ലോ റിസ്ക് മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. വിപണിയിലെ വലിയ തകർച്ചകളിൽ നിന്ന് നിക്ഷേപകനെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സ്കീമുകളാണിവ. ഇവ പ്രധാനമായും നിക്ഷേപിക്കുന്നത് ഡെറ്റ്, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് എന്നിവയിലാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം വളരെ ചെറിയൊരു ഭാഗം ഓഹരികളിലും ഇവ നിക്ഷേപിക്കാറുണ്ട്. ഇതിന്റെ പിന്നിലെ തത്വം വളരെ ലളിതമാണ്. വിപണിയിലെ അമിതമായ കയറ്റിറക്കങ്ങളിൽ നിന്ന് നിക്ഷേപത്തെ മാറ്റി നിർത്തുക, പകരം സ്ഥിരമായ വരുമാനം ഉറപ്പാക്കുന്നതിനും നിക്ഷേപിച്ച തുക അഥവാ മൂലധനം ചോർന്നു പോകാതെ സംരക്ഷിക്കുന്നതിനും മുൻഗണന നൽകുക. ലാഭവിഹിതത്തിലോ വിപണിയിലെ മൂല്യനിർണ്ണയത്തിലോ നിക്ഷേപകരുടെ താല്പര്യത്തിലോ അധിഷ്ഠിതമായ ഇക്വിറ്റി ഫണ്ടുകളിൽ നിന്നും വ്യത്യസ്തമാണ് ലോ റിസ്ക് മ്യൂച്വൽ ഫണ്ടുകൾ. പലിശയിൽ നിന്നുള്ള വരുമാനം, അക്രൂവൽ സ്ട്രാറ്റജികൾ, കുറഞ്ഞ കാലയളവിലെ നിക്ഷേപ നിയന്ത്രണം എന്നിവയിൽ നിന്നാണ് ഇവ പ്രധാനമായും ലാഭം കണ്ടെത്തുന്നത്. ഇതിന്റെ ഫലമായി വിപണി കടുത്ത സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുമ്പോൾ പോലും ഇത്തരം ഫണ്ടുകളുടെ നെറ്റ് അസറ്റ് വാല്യൂവിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാറില്ല. എങ്കിലും കുറഞ്ഞ റിസ്ക് എന്നാൽ റിസ്ക് ഇല്ലാത്തത് എന്ന് അർത്ഥമില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പലിശ നിരക്കിലുണ്ടാകുന്ന മാറ്റങ്ങൾ, നിക്ഷേപം സ്വീകരിച്ച സ്ഥാപനങ്ങളുടെ ക്രെഡിറ്റ് ക്വാളിറ്റി, പുനർനിക്ഷേപത്തിലെ വെല്ലുവിളികൾ എന്നിവ ഇത്തരം ഫണ്ടുകളെയും ബാധിക്കാം. എന്നാൽ ഇക്വിറ്റി ഫണ്ടുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത്തരം ഏറ്റക്കുറച്ചിലുകളുടെ വ്യാപ്തിയും ആവൃത്തിയും വളരെ കുറവായിരിക്കുമെന്നതാണ് ഇതിന്റെ പ്രധാന പ്രത്യേകത. മ്യൂച്വൽ ഫണ്ടുകളിൽ ഏറ്റവും കുറഞ്ഞ റിസ്ക് മാത്രമുള്ള ഒന്നാണ് ലിക്വിഡ് ഫണ്ടുകൾ. വലിയ ലാഭം ലക്ഷ്യമിട്ടുള്ള ഒരു നിക്ഷേപം എന്നതിനേക്കാൾ നമ്മുടെ കയ്യിലുള്ള പണം താൽക്കാലികമായി സുരക്ഷിതമായി സൂക്ഷിക്കാനുള്ള ഒരു മാർഗമായാണ് ഇതിനെ കണക്കാക്കുന്നത്. പരമാവധി 91 ദിവസത്തിനുള്ളിൽ കാലാവധി പൂർത്തിയാക്കുന്ന ട്രഷറി ബില്ലുകൾ, സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്പോസിറ്റ്, കൊമേഴ്ഷ്യൽ പേപ്പറുകൾ തുടങ്ങിയ ഏറ്റവും ഹ്രസ്വകാല അടിസ്ഥാനത്തിലുള്ള മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റുകളിലാണ് ഇത്തരം ഫണ്ടുകൾ നിക്ഷേപം നടത്തുന്നത്. വിപണിയിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്ന സമയങ്ങളിൽ നമ്മുടെ പക്കലുള്ള അധിക തുക സുരക്ഷിതമായി നിക്ഷേപിക്കാൻ പറ്റിയ ഇടമാണ് ലിക്വിഡ് ഫണ്ടുകൾ. സാധാരണ സേവിങ്സ് അക്കൗണ്ടുകളെക്കാൾ മെച്ചപ്പെട്ട ലാഭം നൽകാൻ ഇവയ്ക്ക് സാധിക്കും. എമർജൻസി ഫണ്ട് രൂപീകരിക്കാനും ഹ്രസ്വകാല ആവശ്യങ്ങൾക്കും നിക്ഷേപങ്ങളിൽ പണലഭ്യത ഉറപ്പുവരുത്താനും ഇവ അത്യാവശ്യമാണ്. മറ്റൊരു വിഭാഗമാണ് അൾട്രാ ഷോർട്ട് ഡ്യൂറേഷൻ ഫണ്ടുകൾ. ലിക്വിഡ് ഫണ്ടുകളെക്കാൾ റിസ്ക് നേരിയ തോതിൽ കൂടുതലാണെങ്കിലും ഇവയും സുരക്ഷിതമായ നിക്ഷേപങ്ങളുടെ ഗണത്തിൽ തന്നെയാണ് വരുന്നത്. ഹ്രസ്വകാലത്തെയും ഇടക്കാലത്തേക്കുമുള്ള ഡെറ്റ് ഇൻസ്ട്രുമെന്റുകളിലാണ് ഇത്തരം ഫണ്ടുകൾ നിക്ഷേപിക്കുന്നത്. വലിയ റിസ്കുകൾ എടുക്കാതെ തന്നെ ചെറിയ തോതിലുള്ള അധിക ലാഭം നൽകാൻ ഇത് ഫണ്ട് മാനേജർമാരെ സഹായിക്കുന്നു. പലിശ നിരക്കിലുണ്ടാകുന്ന മാറ്റങ്ങൾ അൾട്രാ ഷോർട്ട് ഫണ്ടുകളുടെ NAV നിരക്കിനെ കാര്യമായി ബാധിക്കാറില്ല. അതുകൊണ്ട് തന്നെ പലിശ നിരക്കുകൾ ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന സമയത്തും ഇവ സുരക്ഷിതമായിരിക്കും. ചെറിയ തോതിലുള്ള റിസ്ക് എടുക്കാൻ തയ്യാറുള്ളവർക്കും കുറഞ്ഞ കാലയളവിലേക്ക് മെച്ചപ്പെട്ട ലാഭം ആഗ്രഹിക്കുന്നവർക്കും ഈ ഫണ്ടുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇൻഡെക്സ് ഫണ്ടുകളാണ് അടുത്തത്. ഇത് ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ലാർജ് ക്യാപ് ഇൻഡെക്സുകളെ പിന്തുടരുന്ന ഫണ്ടുകളെ സുരക്ഷിത നിക്ഷേപകർ ഒരു ലോ റിസ്ക് സ്ട്രാറ്റജിയുടെ ഭാഗമായി ഇന്ന് കണക്കാക്കുന്നുണ്ട്. ഇവിടെ റിസ്ക് കുറയാനുള്ള കാരണം വിപണിയിലെ ചാഞ്ചാട്ടം ഇല്ലാത്തതല്ല, മറിച്ച് ഒരു ഫണ്ട് മാനേജറുടെ തീരുമാനങ്ങളിൽ വരാവുന്ന പാകപ്പിഴകളും ഒരു പ്രത്യേക സെക്ടറിൽ മാത്രം പണം കേന്ദ്രീകരിക്കുന്നതും ഒഴിവാക്കാമെന്നതുകൊണ്ടാണ്. കൃത്യമായ നിയമങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നതിനാൽ ഇവ സുതാര്യമാണ്. വിപണിയുടെ വളർച്ചയിൽ സ്ഥിരമായി പങ്കാളികളാകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത്തരം ഫണ്ടുകൾ അനുയോജ്യമാണ്. മൾട്ടി അസറ്റ്
അസറ്റ് അലോക്കേഷൻ ഫണ്ടുകൾ റിസ്ക് കുറഞ്ഞ ഫണ്ടുകളുടെ ഗണത്തിൽ പെടുന്നുണ്ട്. ഇക്വിറ്റി, ഡെറ്റ്, സ്വർണം, ചിലപ്പോൾ വിദേശ ആസ്തികൾ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ ഒരേ സമയം നിക്ഷേപിക്കുന്നവയാണ് മൾട്ടി അസറ്റ് ഫണ്ടുകൾ. വൈവിധ്യവൽക്കരണം തന്നെയാണ് ഇതിന്റെ കരുത്ത്. വിപണി സാഹചര്യങ്ങൾക്കനുസരിച്ച് നിക്ഷേപങ്ങൾ മാറ്റുന്നതിലൂടെ റിസ്ക്കും ലാഭവും തമ്മിൽ ഒരു ബാലൻസ് നിലനിർത്താൻ ഇവയ്ക്ക് സാധിക്കും. ഓഹരി വിപണി ഇടിയുന്ന സമയത്ത് സ്വർണത്തിലും ഡെറ്റിലുമായി നിക്ഷേപം വലിയ നഷ്ടം വരാതെ നിങ്ങളെ സംരക്ഷിക്കും. 2026 മാറുന്ന വിപണിയിൽ ഏത് കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ ഒരു നിക്ഷേപ രീതിയാണിത്. അടുത്തത് ബാങ്കിംഗ് ആൻഡ് PSU ഡെറ്റ് ഫണ്ടുകളാണ്. ബാങ്കുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സർക്കാർ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങൾ എന്നിവ പുറത്തിറക്കുന്ന ബോണ്ടുകളിലാണ് ഇത്തരം ഫണ്ടുകൾ പ്രധാനമായും നിക്ഷേപിക്കുന്നത്. മികച്ച ക്രെഡിറ്റ് പ്രൊഫൈലുള്ള സ്ഥാപനങ്ങളായതുകൊണ്ട് തന്നെ ഇതിൽ റിസ്ക് വളരെ കുറവാണ്. പലിശ നിരക്കിലെ മാറ്റങ്ങൾ ബാധിക്കാമെങ്കിലും പണം തിരികെ ലഭിക്കില്ല എന്ന പേടി ഇവിടെ വേണ്ടതില്ല. 2026 സ്ഥിരമായ വരുമാനം ആഗ്രഹിക്കുന്നവർക്ക് ബാങ്ക് ഫിക്സഡ് ഡിപ്പോസിറ്റുകൾക്ക് പകരമായി തിരഞ്ഞെടുക്കാവുന്ന മികച്ചൊരു ഓപ്ഷനാണിത്. കൺസർവേറ്റീവ് ഹൈബ്രിഡ് ഫണ്ടുകളും മികച്ചൊരു ഓപ്ഷനാണ്. സ്ഥിരത ആഗ്രഹിക്കുന്നതോടൊപ്പം പണപ്പെരുപ്പത്തെ മറികടക്കാൻ ചെറിയ തോതിൽ ഓഹരി വിപണിയെ ആശ്രയിക്കാൻ തയ്യാറുള്ളവർക്കാണ് ഈ ഫണ്ടുകൾ. ഇതിലെ നിക്ഷേപത്തിന്റെ സിംഹഭാഗവും സുരക്ഷിതമായ ഡെറ്റ് ഇൻസ്ട്രുമെന്റുകളിലായിരിക്കും. ചെറിയൊരു ഭാഗം മാത്രമേ ഓഹരികൾ നിക്ഷേപിക്കൂ. ഓഹരി വിപണിയിൽ തകർച്ചയുണ്ടാകുമ്പോൾ ഡെറ്റ് നിക്ഷേപങ്ങൾ ഒരു സുരക്ഷാ കവചമായി പ്രവർത്തിക്കും. ഈ പറഞ്ഞ ഓരോ വിഭാഗവും വ്യത്യസ്ത രീതികളിലാണ് റിസ്ക് കുറയ്ക്കുന്നത്. അത് നിക്ഷേപത്തിന്റെ കുറഞ്ഞ കാലയളവ് വഴിയാകാം, ഉയർന്ന ക്രെഡിറ്റ് ക്വാളിറ്റി വഴിയാകാം, അല്ലെങ്കിൽ വൈവിധ്യവൽക്കരണം വഴിയാകാം. ഇവ കൃത്യമായി കൂട്ടിയിണക്കിയാൽ ഏതെങ്കിലും ഒരു നിക്ഷേപത്തെ മാത്രം ആശ്രയിക്കാതെ 2026 ചാഞ്ചാട്ടമുള്ള വിപണിയെ സുരക്ഷിതമായി നേരിടാൻ നിക്ഷേപകർക്ക് സാധിക്കും. ശരിയായ ലോ റിസ്ക് ഫണ്ട് തിരഞ്ഞെടുക്കുന്നതിന് നിങ്ങളുടെ നിക്ഷേപ കാലയളവിനെ കുറിച്ചും റിസ്ക് എടുക്കാനുള്ള ശേഷിയെക്കുറിച്ചും കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. ഹ്രസ്വകാല ആവശ്യങ്ങൾക്കായി മാറ്റിവെച്ച പണം അനാവശ്യമായ പലിശ നിരക്ക് മാറ്റങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെടാതിരിക്കാൻ നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങളുമായി യോജിക്കുന്ന കാലാവധിയുള്ള ഫണ്ടുകൾ തന്നെ തിരഞ്ഞെടുക്കണം. ഓർക്കുക, നിക്ഷേപത്തിന്റെ ഗുണമേന്മയാണ് മറ്റൊരു പ്രധാന ഘടകം. ഉയർന്ന റേറ്റിംഗ് ഉള്ള സെക്യൂരിറ്റികളിൽ നിക്ഷേപിക്കുന്ന ഫണ്ടുകൾ ലാഭം നേരിയ തോതിൽ കുറഞ്ഞാലും നിങ്ങളുടെ പണത്തിന് മികച്ച സുരക്ഷ നൽകുന്നുണ്ട്. പലപ്പോഴും ഉയർന്ന ലാഭം മാത്രം ലക്ഷ്യമിട്ട് നിക്ഷേപം നടത്തുന്ന റിപ്പോർട്ടുകളിൽ കാണാത്ത ക്രെഡിറ്റ് റിസ്കുകൾക്ക് കാരണമായേക്കാം. ഇത് ലോ റിസ്ക് നിക്ഷേപത്തിന്റെ യഥാർത്ഥ ലക്ഷ്യത്തെ തന്നെ തകർക്കും. നിക്ഷേപകർ നികുതിയെക്കുറിച്ചും ബോധവാന്മാരായിരിക്കണം. ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്നുള്ള ലാഭത്തിന് നിങ്ങളുടെ ഇൻകം ടാക്സ് സ്ലാബ് അനുസരിച്ചാണ് നികുതി ഈടാക്കുന്നത്. അതുകൊണ്ട് പരമ്പരാഗത നിക്ഷേപങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ നികുതിക്ക് ശേഷമുള്ള ലാഭം എത്രയാണെന്ന് കൃത്യമായി വിലയിരുത്തണം. 2026 ലോ റിസ്ക് മ്യൂച്വൽ ഫണ്ടുകളുടെ ദൗത്യം നിക്ഷേപകരിൽ ആവേശം ഉണ്ടാക്കുക എന്നതല്ല, മറിച്ച് അവരുടെ പോർട്ട്ഫോളിയോയ്ക്ക് കൃത്യമായ ഒരു ഘടനയും അച്ചടക്കവും സ്ഥിരതയും നൽകുക എന്നതാണ്. അമിതമായ ഉത്കണ്ഠയില്ലാതെ വിപണിയുടെ ഭാഗമായി തുടരാനും സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൈവരിക്കാനും ഇത് നിക്ഷേപകരെ സഹായിക്കുന്നു. ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ ഈ ഫണ്ടുകൾ നിങ്ങളുടെ സാമ്പത്തിക അടിത്തറ ശക്തമാകും. ഊഹക്കച്ചവടത്തെക്കാൾ സ്ഥിരതയ്ക്കും താൽക്കാലിക ലാഭത്തെക്കാൾ ദീർഘകാല സാമ്പത്തിക ഭദ്രതയ്ക്കും മുൻഗണന നൽകിക്കൊണ്ട് വിവേകപൂർവ്വം നിക്ഷേപിക്കുക. Yeah.